യേശുക്രിസ്തുവിനെയും ദിവ്യകാരുണ്യത്തെയും കുറിച്ച് ഏറ്റവും ആഴത്തിലും സമഗ്രമായും എഴുതിയ വ്യക്തികളിൽ ഏറ്റവും പ്രധാനിയാണ് തോമസ് അക്വീനാസ്. തമാശയ്ക്ക് പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ രചനകൾ കൊണ്ട് മാത്രം വലിയൊരു ലൈബ്രറി നിർമ്മിക്കാമെന്ന്. അത്രയധികം അദ്ദേഹം ദിവ്യകാരുണ്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി സഭ ദിവ്യകാരുണ്യ ആരാധനയിൽ ആലപിക്കുന്ന ഭക്ത്യാ വണങ്ങുക സാഷ്ടാംഗം വീഴുക എന്ന ഗാനം അദ്ദേഹത്തിന്റെ അമൂല്യമായ സംഭാവനകളിൽ പ്രധാനമാണ്. ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ദൈവത്തിന്റെ അനുഭവമുണ്ടായി. തുടർന്ന് അദ്ദേഹം തന്റെ രചനകൾ പോലും അവസാനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന റെജിനാൾഡ് ഓഫ് പിപ്പർനോ പലതവണ അദ്ദേഹത്തോട് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന പ്രശസ്തമായ സുമ്മാ തിയോളജിയെ എന്ന പുസ്തകം എഴുതി പൂർത്തിയാക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം റെജിനാൾഡിനോട് പറഞ്ഞു, "I can do no more. All that I have written seem like a straw when I compare to what I have seen and what has been revealed to me." അദ്ദേഹം പറയും, "ഞാൻ എഴുതിയത്, ഞാൻ കണ്ടത്, എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയതുമായ സത്യവുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എഴുതിയത് നിസ്സാരമായ വൈക്കോല് പോലെയാണ്, നിസ്സാരമായ പുല്ല് പോലെയാണ്." അതുകൊണ്ട് തന്നെ ലോകപ്രശസ്തമായ സുമ്മാ തിയോളജിയെ ഇന്നും എഴുതി പൂർത്തീകരിക്കപ്പെടാത്ത ഒരു കൃതിയായി നിലനിൽക്കുന്നു. ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശക്തി പോലും മുട്ടുമടങ്ങി. കാരണം ദിവ്യകാരുണ്യം ഒരിക്കലും വിവരിക്കേണ്ട സിദ്ധാന്തമല്ല, മറിച്ച് അനുഭവിക്കേണ്ട സാന്നിധ്യമാണ്. From hearing to living, word to life.